Hi friends, let's discuss about the questions and answers of the toilet. എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു വിഷ് ടു ഡു സംതിങ് ഡിഫറെന്റ് ലൈക്ക് ദ ഓദർ? വൈ? ഓക്കെ, നമ്മുടെ ഓദറിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു ആഗ്രഹം? എല്ലാവരെയും പോലെ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു അല്ല, സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഓദർ ഉണ്ടായിരുന്നത്. അതുപോലെയുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹം, ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നിങ്ങൾക്കുമുണ്ടോ എന്നാണ് ചോദ്യം. യെസ്, ഐ വാണ്ട് ടു ഡു സംതിങ് ഡിഫറെന്റ് ലൈക്ക് ദ ഓദർ. അതെ, എനിക്ക് ഓദറിനെ പോലെ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നാണ് ആഗ്രഹം. I want to explore my unique interest, face new challenge and find a career that is more fulfilling and matches my passions. എന്തുകൊണ്ടാണ് എനിക്ക് I want to explore my യുണീക്ക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലേ. എനിക്ക് മാത്രം ഉള്ളിൽ ഉണ്ടാവുന്നതായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അങ്ങനെ എൻ്റെ യുണീക്ക് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ പുതിയ പുതിയ ചലഞ്ചായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കണം. അതുപോലെ തന്നെ ഫൈൻഡ് എ കരിയർ, അതിലൊരു കരിയർ കണ്ടെത്തി ലൈഫ് ഫുൾഫിൽ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പാഷനിലൂടെ. എൻ്റെ ലൈഫ്, എൻ്റെ പാഷൻ എല്ലാം ഫുൾഫിൽ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, then question B. Why was the author locked up in the room weekdays? അല്ലേ, വീക്ക് ഡേയ്സിൽ എന്തുകൊണ്ടാണ് ഓദറിനെ ആ റൂമിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്തിട്ടുള്ളത്? ലോക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ്? On weekdays, Madam was at home most of the time, painting her nails, having tea with friends and sunbathing by the swimming pool. അല്ലേ, എന്തായിരുന്നു കാര്യം? അധികം വീക്ക് ഡേയ്സിൽ അവിടുത്തെ മാഡം എന്ത് ചെയ്യും? വീട്ടിലുണ്ടാവും അല്ലേ, നൈലൊക്കെ പോളിഷ് ചെയ്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ടീ ഒക്കെ കുടിച്ച് അല്ലെങ്കിൽ ഒരു സൺബാത്തൊക്കെ ചെയ്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. സോ ദ ഓദർ കാൻ ഗോ ഔട്ട് ആസ് മാഡം വിൽ സീ ഹെർ ആൻഡ് ഹൗ ഷി വാസ് സ്റ്റേയിങ് ഇൻ ദ റൂം വിത്ത് ഹെർ സിസ്റ്റേഴ്സ് അല്ലേ. അതാണ് റീസൺ കേട്ടോ. അതുകൊണ്ട് മാഡത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല? പുറത്തു പോകാൻ കഴിയില്ല. അതുകൊണ്ട് അത് വീടിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റേ ചെയ്യും. Then B. What made the author choose the toilet as her private space to read? എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഓദർ അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് അല്ലേ, അവർ വായിക്കാനിരിക്കുന്ന ഒരു പ്രൈവസിയൊക്കെ ഉള്ള ഒരു സ്വന്തം സ്പേസ് ആയിട്ട് ടോയ്ലറ്റിനെ കണ്ടത് എന്തുകൊണ്ടാണ്? The author had to leave the room every morning at 5:30 to avoid being seen by madam or other white people. അല്ലേ, നേരം വെളുത്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണും എന്നുള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ഒരു 5:30 ആകുമ്പോൾ അവർ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നിരുന്നു. The first bus to her workplace was at 7:30. പക്ഷേ 5:30 ഇരുട്ടത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടെങ്കിലും 7:00 മാത്രമേ ഉള്ളൂ അവരുടെ വർക്ക് പ്ലേസിലോട്ടുള്ള ബസ് വരിക. And she had to spend 2 hours somewhere, chooses the public place for the reading and daydreaming, as it was the only private place she had. അല്ലേ, അപ്പൊ എന്താണ്, ഏറെക്കെ വണ്ടി വരുള്ളൂ. അപ്പൊ അതുവരെ അവർക്കൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു പ്ലേസ് വേണമായിരുന്നു. അതും വളരെ പ്രൈവസി തോന്നിക്കുന്ന ഒരു പ്ലേസ് അല്ലേ. അതുകൊണ്ടാണ് അവർ ഈ പബ്ലിക് പ്ലേസ് ആയിട്ടുള്ള ഈ ടോയ്ലറ്റിനെ ചൂസ് ചെയ്തത്. Why did the narrator like the toilet? എന്തുകൊണ്ടാണ് നരേറ്റർക്ക് ആ ടോയ്ലറ്റ് അത്രമാത്രം ഇഷ്ടപ്പെട്ടത് എന്നാണ് ചോദ്യം. For the narrator, the toilet served as a shelter from the cold wind and provided a private space to read and write. അല്ലേ, അത് വെറും ഒരു എഴുതാൻ വേണ്ടി മാത്രമല്ലായിരുന്നു അല്ലേ. ആ കാലത്തിൽ ഈ പറഞ്ഞ പോലെ മഴ അല്ലേ, മഴയിൽ നിന്നും അതുപോലെ കാറ്റടിക്കുന്നുണ്ടായിരുന്നു അല്ലേ. ആ തണുത്ത കാറ്റിൽ നിന്നുമെല്ലാം ഇതെന്ത് ചെയ്തിരുന്നു? ഒരു അഭയം കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഷെൽട്ടർ, ഈ ടോയ്ലറ്റ്. ഓക്കെ, അത് മാത്രമല്ല അവിടെ ഇരുന്നിട്ട് പകൽ സ്വപ്നങ്ങൾ കാണാനും എഴുതാനും ചിന്തിക്കാനും ഒക്കെ ഉള്ളൊരു പ്രൈവസി ആ ഒരു ടോയ്ലറ്റിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഈ നമ്മുടെ ഓദർക്ക് ഈ ടോയ്ലറ്റ് അത്രത്തോളം ഇഷ്ടപ്പെട്ടത്. The next question, I couldn't concentrate in class, says the narrator. Why? എനിക്ക് അന്നത്തെ ദിവസം ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനേ കഴിഞ്ഞില്ല, എനിക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാനേ കഴിഞ്ഞില്ല, ശ്രദ്ധ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് നാരേറ്റർ പറഞ്ഞു. അതിൻ്റെ റീസൺ എന്താണ് നോക്കാം.
The narrator wrote her first poem and showed it to her English teacher. അല്ലേ, നരേറ്റർ ആദ്യമായിട്ടൊരു പോം എഴുതിയിട്ട് അത് അവരുടെ ഇംഗ്ലീഷ് ടീച്ചർക്ക് കാണിച്ചു കൊടുത്തു. She was so excited to know that the teacher evaluation that she couldn't concentrate in class. അല്ലേ, ടീച്ചർ അത് കാണിച്ചു കൊടുത്തപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ടീച്ചറുടെ റിയാക്ഷൻ എന്താണ്, ടീച്ചർ അതിനെ എങ്ങനെ വിലയിരുത്തും എന്നൊക്കെ ആലോചിച്ചിട്ട് എക്സൈറ്റഡ് ആയിട്ട് ക്ലാസ്സിൽ ഫുള്ള് കോൺസെൻട്രേഷൻ കൊടുക്കാൻ സാധിച്ചില്ല. Then what prompted the narrator to buy a notebook? എന്തുകൊണ്ടാണ്, എന്ത് മോട്ടിവേഷനാണ്, എന്താണ് നരേറ്ററിനെ ഒരു നോട്ട് ബുക്ക് വാങ്ങാൻ പ്രേരിപ്പിച്ചത്? നോക്കാം. The narrator had written nothing since she left school. സ്കൂൾ കാലം കഴിഞ്ഞതിന് ശേഷം നരേറ്റർ ഇതുവരെ ഒന്നും എഴുതിയിട്ടില്ല. Now in her loneliness, അവളുടെ ഇപ്പോഴത്തെ ഈ ഒറ്റപ്പെടൽ, she was hoping to write something sitting in the toilet. So she bought a notebook and kept it always with her. അല്ലേ, അവൾക്കായിട്ടൊരു ടോയ്ലറ്റ് ഒക്കെ കിട്ടി. അപ്പോൾ ആ ലോൺലിനെസ്സിലും ആ ഒരു ഏകാന്തതയിലും ഒക്കെ ഫീൽ ചെയ്തുള്ള ആ ടൈം ആയതുകൊണ്ടാണ് അവൾക്ക് ഇനിയും എഴുതണം എന്ന് തോന്നിയത്. The narrator had to come and go secretly. Why? നരേറ്ററിന്റെ വരവും പോക്കും ഒക്കെ വളരെ രഹസ്യമായിരുന്നു. എന്തുകൊണ്ട്? The narrator was secretly staying with her sister who was a domestic servant. ഓക്കെ, നരേറ്റർ എങ്ങോട്ടായിരുന്നു പോവും വരവും ചെയ്തിരുന്നത്? വളരെ സീക്രട്ട് ആയിട്ട് അവരുടെ സിസ്റ്റർ താമസിക്കുന്ന വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. സിസ്റ്റർ ആരാണ്? ഒരു വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരിയാണ്. മാഡം ഡിഡിന്റ് നോ or permit this. അല്ലേ, മാഡത്തിന് ഇത് അറിയില്ല, അതിനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല. So the narrator had to come and go secretly without being seen by the madam or other white people. So മറ്റ് പീപ്പിൾസിൻ്റെയും അവിടുത്തെ മാഡത്തിൻ്റെയും ഒക്കെ ഒന്നും കണ്ണിൽ പെടാതെ വളരെ സീക്രട്ട് ആയിട്ടാണ് പോയി വന്നും കൊണ്ടിരുന്നത്. ഓക്കെ, ഹൗ ഡിഡ് ദ നരേറ്റർ മാനേജ് ഹർ സീക്രട്ട് സ്റ്റേ? എങ്ങനെയാണ് നരേറ്റർ അവരിങ്ങനെ ഒളിച്ചു നിൽക്കുന്നുള്ള അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എന്നാണ് ചോദ്യം. The narrator left the room at 5:30 in the morning. നരേറ്റർ എന്ത് ചെയ്യും? വളരെ നേരത്തെ 5:30 റൂമിൽ നിന്നും പോകും. ആഫ്റ്റർ വർക്ക് ഷീ സ്പെൻഡ് ടൈം ഇൻ ദ പാർക്ക് അണ്ടിൽ 6:30 in the evening. അല്ലേ, 6:30 വരെ വർക്കിന് ശേഷം അവരെന്ത് ചെയ്യും? 6:30 വരെ അവരുടെ മുമ്പിലൊരു പാർക്ക് ഉണ്ട്, ആ പാർക്കിൽ ടൈം സ്പെൻഡ് ചെയ്യും. ദെൻ ഷീ സീക്ക്ഡ് ഇൻ ടു ദ റൂം വിത്തൗട്ട് ബീയിങ് സീൻ ബൈ മാഡം ഓർ അതർ വൈറ്റ് പീപ്പിൾ. എന്നിട്ട് മറ്റു മേഡോ മറ്റു ആളുകളൊന്നും കാണാതെ പതുക്കെ ഒരു 6:30 ആകുമ്പോൾ കയറും. 4:30 വിട്ടിട്ട് അത്രയും നേരം പാർക്കിൽ നിന്നിട്ട് ഒരു 6:30 ആകുമ്പോൾ ആരും കാണാതെ വീടിൻ്റെ ഉള്ളിലോട്ട് പതുക്കെ കയറും. Why was the narrator unable to move or respond to the call? അല്ലേ, എന്തുകൊണ്ടാണ് ആ ഡോഗ് കടിക്കാൻ വന്ന ടൈമിൽ ഡോഗ് കുരയ്ക്കുന്നത് കേട്ടിട്ട് അവിടുന്ന് ഓണർ ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് നരേറ്റർക്ക് അതിന് റിപ്ലൈ കൊടുക്കാനോ ആ വിളിക്ക് മറുപടി കൊടുക്കാനോ സാധിക്കാഞ്ഞത്? The dogs were standing in front of the narrator with frighteningly long teeth. She feared they would attack if she responded and the madam could discover her secrets. അല്ലേ, എന്തുകൊണ്ടൊക്കെയാണ് അവരെ തൊട്ട് മുമ്പിലായിട്ട് വളരെ പേടിപ്പിച്ചുകൊണ്ട് അവരുടെ പല്ലിങ്ങനെ ലോങ് ടീത്തോട് വളരെ പേടിപ്പിച്ചുകൊണ്ട് തൊട്ടടുത്ത് ഇങ്ങനെ മുന്നോട്ട് കൺമുമ്പിൽ തന്നെ ആ ഡോഗ്സ് നിൽക്കുന്നുണ്ട്. അവരെന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുകയോ മൂവ് ചെയ്യുകയോ അനങ്ങോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോഗ് കടിക്കും എന്നുള്ളത് അവർക്ക് തോന്നി. ആൻഡ് ദ മാഡം വുഡ് ഡിസ്കവർ സീക്രട്സ്. അതോടുകൂടി മാഡം അവരവിടെ താമസിക്കുന്നത് അറിയുകയും ചെയ്യും. ദെൻ വാട്ട് അനോയിഡ് ഐറിൻ നരേറ്റീവ് സിസ്റ്റർ? അല്ലെ, നരേറ്റീവ് സിസ്റ്റർ ആയിട്ടുള്ള ഐറിന് എന്താണ് ബുദ്ധിമുട്ടിച്ച്, എന്ത് അസ്വസ്ഥതയാണ് ഉണ്ടായത്, എന്ത് ഇറിറ്റേഷനാണ് അവർക്ക് പെട്ടെന്ന് വന്നത്? അതിനോട് മീൻസ് ദേഷ്യം വരിക എന്നൊരു അർത്ഥമാട്ടോ അവിടെ. ഓക്കെ, ദെൻ ഒരു ആഫ്റ്റർനൂൺ ദ നരേറ്റർ എൻ്റർ ദ കോമ്പൗണ്ട് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ സിസ്റ്റർ. സിസ്റ്ററിനെ കാത്തുക്കാതെ ഉള്ളിലോട്ട് കയറി. ദ മാഡം ഡിസ്കവേർഡ് ഹെർ പ്രസൻസ്. ദിസ് അനോയ്ഡ് ഹെർ. അല്ലേ, മാഡം എന്ത് ചെയ്തു? ആ ഡോഗ്സിന്റെ സൗണ്ട് കേട്ടപ്പോൾ അത് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അത് കണ്ടുപിടിച്ചു. ആ ഒരു ഇൻസിഡന്റ് ആണ് ഐറിനെ അനോയ്ഡ് ചെയ്തത്. ഓക്കെ, Did the narrator feel lonely and sad? Pick out the sentence that justify response. അല്ലേ, നരേറ്റർക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ബോറടിയും ഒറ്റപ്പെടലും ഏകാന്തതയും അനുഭവിക്കുന്നുണ്ട്. അല്ലേ, അതിന് ഉദാഹരണം അത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിക്കുള്ള കുറച്ച് ലൈൻസ് ഉണ്ടാവും ടെക്സ്റ്റ് ബുക്കിൽ, ചാപ്റ്ററിൽ. അത് കണ്ടുപിടിക്കുക. I wished somebody would come and be my friend. അല്ലേ,
ഞാൻ ആഗ്രഹിക്കുകയാണ് ചില ആരെങ്കിലും ഒരാൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നൊന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ, ഒരു ഫ്രണ്ടിനെ പോലെ അല്ലേ. ടെൽ മീ ദാറ്റ് ഐ വാസ് നോട്ട് യൂസ്ലെസ്, എന്നിട്ട് എന്നോട് പറയണം നീ ഒരിക്കലും ഒരു ഉപയോഗമില്ലാത്തൊരു വ്യക്തിയല്ല, ഒന്നിനും കൊള്ളാത്ത ഒരാളല്ല. ആൻഡ് ദാറ്റ് മൈ സിസ്റ്റർ ഡിഡ് നോട്ട് ഹേറ്റ് മീ, നിന്റെ സിസ്റ്റർ നിന്നെ വെറുക്കുന്നില്ല. ആൻഡ് ടെൽ മീ ദാറ്റ് വൺ ഡേ ഐ വുഡ് ഹാവ് എ നൈസ് പ്ലേസ് ടു ലീവ് എനിത്തിങ് അല്ലേ. ഇങ്ങനെ നിനക്കും ഒരു കാലത്ത് നല്ല പ്രൊട്ടക്ഷനൊക്കെ ഉള്ള അല്ലെങ്കിൽ പ്രൈവസിയൊക്കെ ഉള്ള ഒരു നല്ല പ്ലേസ് നിനക്കും താമസിക്കാൻ കിട്ടും എന്ന് പറയണം. ദീസ് സെന്റൻസ് ഷോ ദാറ്റ് ദ ഫെൽറ്റ് ലോൺലിനെസ് അല്ലേ. ഇതൊക്കെ സ്വയം പറയുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം, ശരിക്കും ഒരുപാട് ലോൺലിനെസ്സും ബുദ്ധിമുട്ടും അവരനുഭവിക്കുന്നുണ്ട് എന്ന്. ഓക്കെ, വാട്ട് ചേഞ്ചസ് ഡിഡ് ഷീ നോട്ടീസ് ഇൻ ദ ടോയ്ലറ്റ്? ടോയ്ലറ്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ നോട്ടീസ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഷീ നോട്ടീസ് ദാറ്റ് ദ ടോയ്ലറ്റ് ഡോർ ഹാഡ് ബീൻ പെയിന്റഡ് ആൻഡ് എ ന്യൂ വിൻഡോ പെയിൻ ഹാഡ് റീപ്ലേസ് ദ ഓൾഡ് ബ്രോക്കൺ വൺ. എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ചെന്ന് നോക്കിയപ്പോൾ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എല്ലാം ഡോറൊക്കെ മൊത്തത്തിൽ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ വിൻഡോ പെയിൻ, ഒരു ജനൽപ്പാളി മാറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾഡ് വൺ, പഴയ ജനപ്പാളിക്ക് പകരം ഒരു പുതിയ ജനപ്പാളിയൊക്കെ വെച്ചിട്ട് അതേപോലെ ഡോറൊക്കെ പെയിന്റ് ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. Then next question, what made the narrator accept the fact that the toilet was not hers? അല്ലേ, എങ്ങനെയാണ് എപ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ ടോയ്ലറ്റ് എൻ്റേതല്ല എന്ന് നരേറ്റർക്ക് ചിന്തിക്കാൻ, അല്ലെങ്കിൽ ആ സത്യം എന്താണ് നരേറ്റർ ഉൾക്കൊള്ളത് എപ്പോഴാണ് എന്നാണ് ചോദ്യം. വൺ മോർണിംഗ് ഷീ ഫൗണ്ട് ദ ടോയ്ലറ്റ് ഡോർ അൺഎക്സ്പെക്റ്റഡ്ലി ലോക്ക്ഡ്. ഒരു ദിവസം അവർ ചെന്നപ്പോൾ എന്ത് കണ്ടു? ആ ടോയ്ലറ്റിൻ്റെ ഡോറ് പ്രതീക്ഷിക്കാതെ അടച്ചിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. ദിസ് മെയ്ഡ് ഹർ റിയലൈസ് ദാറ്റ് ടോയ്ലറ്റ് വാസ് നോട്ട് ഹേഴ്സ് അല്ലേ. അതിൽ നിന്നുമാണ് അവൾക്ക് മനസ്സിലായത് ഈ ടോയ്ലറ്റ് എന്തല്ല, എൻ്റേതല്ല എന്നുള്ളത്. ഓക്കെ, ദെൻ ലെറ്റ്സ് റിവൈൻഡ് അല്ലേ. ലെറ്റ്സ് റിവൈൻഡിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് തന്നെയാണ് കേട്ടോ. ലെറ്റ്സ് റിവൈൻഡ് ഒരു 6 പാർട്ട് വരുന്നത്. Revisit the story and respond to the following questions. Questions respond ചെയ്യാം. നോക്കാം. First one, the public toilet unexpectedly turned to be a useful and valuable location for the narrator. How did that happen? അല്ലേ, ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ആ ടോയ്ലറ്റ് എന്തായി, വളരെ യൂസ്ഫുൾ ആയിട്ട് ഉള്ള ഒരു വാല്യുബിൾ ആയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു പ്ലേസ് ആയിട്ട് ആ ടോയ്ലറ്റ് നാരേറ്റർക്ക് മാറി. അത് എങ്ങനെ എന്നാണ്, എന്തുകൊണ്ട്, എങ്ങനെ സംഭവിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ ഇവിടെ റിപ്പീറ്റ് ചെയ്തതാണ്. ദ പബ്ലിക് ടോയ്ലറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി ടേൺഡ് ഇൻടു എ യൂസ്ഫുൾ ആൻഡ് വാല്യുബിൾ ലൊക്കേഷൻ ഫോർ ദ നരേറ്റർ. ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? എങ്ങനെയാണ് അത് സംഭവിച്ചത് നോക്കാം. ദ പബ്ലിക് ടോയ്ലറ്റ് ബിക്കം എ വാല്യുബിൾ പ്ലേസ് ഫോർ ദ നരേറ്റർ ബിക്കോസ് ഇറ്റ് വാസ് ഓൺലി എ പ്രൈവറ്റ് പ്ലേസ് വേർ ഷീ കുഡ് റീഡ്, ഡേ ഡ്രീം ആൻഡ് റൈറ്റ് അല്ലേ. കാരണം അതൊരൊറ്റൊരു അവൾക്കൊരു പ്രൈവറ്റ്, സ്വകാര്യത നൽകുന്ന ഒരു പ്ലേസ് ആയിരുന്നു. അവൾക്ക് വായിക്കാനും അവൾക്ക് ചിന്തിക്കാനും പകൽ സ്വപ്നങ്ങൾ കാണാനും ഒക്കെ ഉള്ളൊരു പ്ലേസ് ആയിരുന്നു അത് എന്നുള്ളതാണ് കേട്ടോ. അവൾക്ക് എഴുതാനൊക്കെ ഉള്ളൊരു സ്വകാര്യമായിട്ടുള്ളൊരു പ്ലേസ്. It also provided her with shelter from rain and biting cold weather. It also provided her with shelter. It also provided her with shelter from rain and biting the cold weather. തണുപ്പ് കാലാവസ്ഥയിൽ നിന്നും മഴയിൽ നിന്നും ഒക്കെ അതെന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊട്ടക്ഷനും നൽകിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർക്കതൊരു യൂസ്ഫുൾ പ്ലേസ് ആയിട്ട് മാറിയത്. Second question, the narrator did not get any support from her family in becoming a writer. Is support and encouragement really necessity to accomplish one dream? Discuss. നമ്മുടെ നാരേറ്റർക്ക് അവരുടെ ഫാമിലിയുടെ പാർട്ടിൽ നിന്നും ഒരിക്കലും ഒരു റൈറ്ററായിട്ട് ഉണരാനോ അവരുടെ ഈ ഒരു പാഷന് ഒരു സപ്പോർട്ടും കിട്ടിയിരുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരാളുടെ ലൈഫിൽ ഒരു അദ്ദേഹം ഉദ്ദേശിച്ച ഡ്രീം അച്ചീവ് ചെയ്യണമെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ചോദ്യം. നോക്കാം. സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെന്റ് ക്യാൻ ബി വെരി ഹെൽപ്ഫുൾ ഇൻ അച്ചീവിങ് വൺ ഡ്രീംസ് അല്ലേ. സപ്പോർട്ടും അതുപോലെ എൻകറേജ് ചെയ്യുക, ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ ഒരാളെ ലൈഫ് ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രൊവൈഡിങ് മോട്ടിവേഷൻ, കോൺഫിഡൻസ് ആൻഡ് റിസോഴ്സ് അല്ലേ. നമ്മളൊരാളെ മോട്ടിവേറ്റ് ചെയ്യുക, ഒരാളെ പുഷ് ചെയ്ത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് എൻകറേജ് ചെയ്യുക, അതുപോലെ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, ആൾക്ക് കുറച്ച് ധൈര്യം കൊടുക്കുക, കോൺഫിഡൻസ് കൊടുക്കുക, ആൾക്ക് വേണ്ട സാധനങ്ങൾ, വസ്തുക്കൾ, സപ്പോർട്ടുകളൊക്കെ ചെയ്ത് കൊടുത്താൽ അദ്ദേഹം എന്ത് ചെയ്യാം, അവർക്ക് ലൈഫിൽ നന്നായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയും, അച്ചീവ് ചെയ്യാൻ കഴിയും അവരുടെ ഡ്രീംസ്. ഓക്കെ, ഹൗവർ എന്നിരുന്നാലും
Many people achieve their dreams through determination, self-belief and hard work even without external support. അല്ലേ, ചില ആളുകൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. എക്സ്പെഷ്യലി ഫിലിം ഇൻഡസ്ട്രിയിലെ ആളുകളൊക്കെ തുടക്കത്തിൽ അങ്ങനെ വലിയൊരു സപ്പോർട്ടൊന്നും കിട്ടിക്കൊള്ളുന്നില്ല അല്ലേ. അപ്പോൾ വിത്തൗട്ട് എക്സ്റ്റേണൽ സപ്പോർട്ട്, ഒരു പുറത്തുനിന്നുള്ള സപ്പോർട്ടും ഇല്ലാതെ സ്വന്തമായി ഹാർഡ് വർക്കിലൂടെ, സ്വയം കോൺഫിഡൻറ്റിലൂടെ അല്ലേ, സ്വന്തം ഹാർഡ് വർക്കും സ്വന്തമായിട്ട് ചെയ്യുന്ന വർക്കിലൂടെയും തീരുമാനത്തിലൂടെയും സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ മൈൻഡിലൂടെയും ഇല്ലേ, ആ സ്ഥിരമായിട്ടുള്ള ആ ഒരു ഫോളോ ചെയ്യാൻ, സ്ഥിരോത്സാഹം എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് സ്വയം ചെയ്ത് അല്ലേ, ആരും പുറത്തുനിന്ന് മോട്ടിവേറ്റ് ചെയ്യാനോ തള്ളിക്കൊടുക്കാനോ ഇല്ലാതെ സ്വയം ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്ത് ലൈഫിൽ അച്ചീവ് ചെയ്തവരും ഉണ്ട്. ഓക്കെ, ബിറ്റർ എക്സ്പീരിയൻസ് ഇൻ ലൈഫ് മോൾഡർ മലോപ്പ് ദ റൈറ്റർ. ഡു യു അഗ്രി? വളരെ കൈപ്പേറിയ അനുഭവങ്ങളാണ് മലോപ്പിനെ ഒരു റൈറ്ററാക്കി മാറ്റിയത്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? സ്റ്റേറ്റ് യുവർ റീസൺ. കാരണം നിങ്ങൾ റീസൺ പറയണം കേട്ടോ. യെസ്, ബിറ്റർ എക്സ്പീരിയൻസ് മോൾഡർ മലോപ്പ് ആസ് എ റൈറ്റർ. അതെ, തീർത്തും അല്ലേ, വളരെ കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ അവരെ ഒരു റൈറ്ററാക്കിയിട്ട് മോൾഡ് ചെയ്തെടുക്കാൻ സഹായിച്ചു. ഹെർ ലോങ്നെസ് ആൻഡ് അലിയനേഷൻ ഗാവ് ഹർ ടൈം ടു റീഡ് ആൻഡ് ഡേ ഡ്രീം. അല്ലേ, അവളുടെ ഒറ്റപ്പെടലും ഏകാന്തമായിട്ടുള്ള ജീവിതമൊക്കെ അവൾക്ക് എന്ത് ചെയ്തു? റീഡ് ചെയ്യാനും പകൽ സ്വപ്നങ്ങൾ കാണാനും അവളെ സഹായിച്ചു. മോട്ടിവേറ്റഡ് ബൈ ഫൈറ്റിംഗ് സ്പിരിറ്റ് ആൻഡ് മെമ്മറീസ് ഓഫ് റൈറ്റിംഗ് പോയംസ് ആൻഡ് സ്റ്റോറീസ് ഇൻ സ്കൂൾ ഡേയ്സ്. അല്ലേ, ഫൈറ്റിംഗ് സ്പിരിറ്റും മെമ്മറൈസും ഒക്കെ എന്ത് ചെയ്തു? റൈറ്റിംഗ് പോയംസും മോട്ടിവേറ്ററായി. ചെറുപ്പത്തിൽ എഴുതിയിട്ടുള്ള സ്റ്റോറീസും സ്കൂൾ ഡേയ്സിൽ എഴുതിയിട്ടുള്ളതൊക്കെ അവർക്ക് എന്തായി? ഒരു മോട്ടിവേഷനായി. ഷി ഗെയിൻ ദ ഇൻസൈറ്റ് നീഡഡ് ടു സക്സീഡ് റൈറ്റ്. അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ടായിരുന്നു? അവൾക്ക് ലൈഫിൽ ഒരു റൈറ്ററായിട്ട് സക്സസ് ആയിട്ട് വരണമെന്ന് ഉള്ളത് ഉണ്ടായിരുന്നു. Then fourth one, the narrator was always excited to go to the park and occupy the toilet substance the statement. അല്ലേ, നരേറ്റർ പോയി എന്ത് ചെയ്യായിരുന്നു? ടോയ്ലറ്റിൽ പോകുമായിരുന്നു അല്ലേ. അവിടെ ടോയ്ലറ്റിൽ പാർക്കിൽ പോകാൻ എക്സൈറ്റഡ് ആയിരുന്നു. ആ ടോയ്ലറ്റിൽ നിൽക്കാനും ഭയങ്കര ആയിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. അതിനുള്ള കാരണമാണ് ദ നരേറ്റർ വാസ് എക്സൈറ്റഡ് ടു ഗോ ടു ദ പാർക്സ് ടോയ്ലറ്റ്. ടോയ്ലറ്റിൽ പോകാൻ നരേറ്റർക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് ഹെർ ഓൺലി പ്രൈവറ്റ് പ്ലേസ് ടു റീഡ്, ഡേ ഡ്രീം ആൻഡ് റൈറ്റ്. കാരണം അത് അവൾക്കുള്ള ഒരേ ഒരു സ്വകാര്യമായിട്ടുള്ള സ്ഥലം, അവളുടെ ഒരേ ഒരു പ്രൈവറ്റ് പ്ലേസ് ആണ്. എന്തിനുള്ള? റീഡ് ചെയ്യാനും ഡേ ഡ്രീം ചെയ്യാനും റൈറ്റ് ചെയ്യാനും അല്ലെ, സ്വപ്നങ്ങൾ കാണാനും എഴുതാനും വായിക്കാനും ഒക്കെ ഉള്ള അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആയിരുന്നു ടോയ്ലറ്റ് എന്നുള്ളത്. ഇൻ ജോഹന്നാസ്ബർഗ് ഷി എയിം ടു സ്റ്റാർട്ട് എ ന്യൂ കരിയർ. ജോഹന്നാസ്ബർഗിൽ അവൾ വന്നത് ഒരു പുതിയ കരിയർ സ്റ്റാർട്ട് ചെയ്യാനാണ്. ദി സോളിറ്ററി സ്പേസ് ഓഫ് ദ ടോയ്ലറ്റ് ഹെൽപ്ഡ് ഹെർ ഗ്രോ ഇൻ ടു എ സക്സസ്ഫുൾ ലൈഫ്. അല്ലേ, ഇങ്ങനെയുള്ള ഈ ഏകാന്തമായിട്ടുള്ള ആ ഒരു ടോയ്ലറ്റ് അവരെ ഒരുപാട് സഹായിച്ചു. അവരെ ഒരു നല്ല സക്സസ്ഫുൾ റൈറ്റർ ആവാൻ സഹായിച്ചു. കാരണം അവിടെ ഇരുന്നിട്ടാണ് ആള് എഴുതിയിരുന്നത് അല്ലേ, ആ ഏകാന്തതയിൽ ഇരുന്നിട്ടോ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് എഴുതിയിരുന്നത്. ഇതുകൊണ്ടെല്ലാം ഈ ടോയ്ലറ്റ് അവരുടെ കരിയറിനൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമായിരുന്നു. How did the narrator adapt to the fact that the toilet was not hers? അല്ലേ, നരേറ്റർ എങ്ങനെയാണ് ഉൾക്കൊണ്ടത് ആ ടോയ്ലറ്റ് അവരുടേതല്ല എന്നുള്ളത്? The toilet door was always open, giving the narrator sense of privacy and ownership. അല്ലേ, ടോയ്ലറ്റ് പണ്ട് എപ്പോഴും ഓൾവേസ് ഓപ്പൺ ആയിരുന്നു. നരേറ്റർക്ക് അതൊരു പ്രൈവസി കൊടുത്തിരുന്നു അല്ലേ, അവിടെ ഒരു സ്വകാര്യത ഉണ്ടായിരുന്നു, ഒരു ഓണർഷിപ്പ് അല്ലേ, അതിൻ്റേതാണ് എന്നുള്ളത് കൊണ്ടാണ് അത് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത്, ഇനി വന്ന് കയറിക്കോളൂ, ഇങ്ങനെയുള്ള ഒരു ഫീലിങ്സ് അല്ലേ. But one morning, ഒരു ദിവസം, she found it locked and had the acceptance the fact that it was not real. ഒരു ദിവസം അവളുടെ മുമ്പിൽ ആ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ സത്യം ഉൾക്കൊണ്ടു, അത് അവളുടേതല്ല എന്നുള്ളൊരു സത്യം. Then 6-1, read the story again and fill the box given. അല്ലേ, ways of passing leisure time. അല്ലേ, നമ്മളൊക്കെ ടൈം കിട്ടിക്കഴിഞ്ഞാൽ പല രീതിക്കാണ് സ്പെൻഡ് ചെയ്യുക അല്ലേ. പക്ഷെ ഇപ്പോൾ നിങ്ങളൊക്കെ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സംശയമല്ലാതെ എനിക്ക് പറയാൻ കഴിയും, വീട്ടിലെ അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും ബ്രദേഴ്സ് ആണെങ്കിലും ഒക്കെ ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയും അല്ലേ. എന്താണ്, എങ്ങനെയാണ്? അതന്നെ അല്ലേ, മൊബൈൽ നോക്കിയിട്ടാണ് ടൈം കളയുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, ഇങ്ങനെ നമ്മൾ ലെഷർ ടൈം എങ്ങനെ ചിലവഴിക്കുന്നതാണ് ചോദിക്കുന്നത്. മാഡം എങ്ങനെയാണ്? പെയിൻറ്റിങ് ഹെർ നൈൽസ് അല്ലേ, നൈൽസിലൊക്കെ പെയിൻറ് ചെയ്യും. ഹാവിങ് ടീ വിത്ത് ഫ്രണ്ട്സ്, ഫ്രണ്ട്സിൻ്റെ കൂടെ ചായയൊക്കെ കുടിച്ച് സമയം കളയും. ലൈയിങ് ഇൻ ദ സൺ ബൈ ദ പൂൾ അല്ലേ, ആ പൂൾ അങ്ങനെ സൂര്യനൊക്കെ കണ്ടിങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കിടക്കും. ദെൻ നരേറ്റർ എങ്ങനെ സമയം കളഞ്ഞത്? റീഡ് ഓൾഡ് മാഗസിൻ ആൻഡ് ന്യൂസ് പേപ്പർ, പഴയ മാഗസിൻ ന്യൂസ് പേപ്പറൊക്കെ വായിക്കും. റോഡ് പോംസ് ആൻഡ് സ്റ്റോറീസ് സിറ്റിംഗ് ഓൺ ദ ടോയ്ലറ്റ് സീറ്റിൽ ഇരുന്നിട്ട് പോംസും അതുപോലെ സ്റ്റോറീസൊക്കെ എഴുതും.
ഇനി മൈ സെൽഫിലോ ഇതന്നെ എഴുതുന്ന നിർബന്ധമല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റെസ്റ്റ് ടൈം എഴുതാം. റീഡിങ് ബുക്സ്, വാച്ചിങ് മൂവീസ് അല്ലേ, വാച്ചിങ് മൂവീസ്, വാച്ചിങ് റീൽസ് അല്ലേ, വാച്ചിങ് മൊബൈൽ, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ എഴുതാൻ പോകുന്നത്. പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്, വിസിറ്റിംഗ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് അല്ലേ, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കും, ഫ്രണ്ട്സിനെ പോയി കാണും, അതുപോലെ റിലേറ്റീവ്സിനെയൊക്കെ പോയി കാണും. അപ്പം ഇത്രയാണ് ചെറിയൊരു പാർട്ടാട്ടോ, ആക്ടിവിറ്റിയുടെ ചെറിയ പാട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ചാപ്റ്റർ വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തിക്ക് ക്വസ്റ്റ്യൻ ആൻസർ വളരെ ഈസി ആയിട്ട് അതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ കഴിയും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് ലെസൺ ചെയ്യുക കേട്ടോ. സോ നമുക്ക് ഇതിൻ്റെ അടുത്ത പാട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.